+2 പരീക്ഷ എഴുതി കഴിഞ്ഞു. ഇനി ഏത് ഡിഗ്രി എടുക്കണമെന്നറിയില്ല. അനുയോജ്യമായ ഒരു ഡിഗ്രി കോഴ്സ് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ അറിയാൻ പറ്റിയാൽ എങ്ങനെയിരിക്കും? അതെ, ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ കോഴ്സുകളിലൂടെ നിങ്ങൾക്കും അനുയോജ്യമായ ഒരു ഡിഗ്രി തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ അഭിരുചി ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ കണ്ടെത്തി എല്ലാ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചും കൂടുതൽ അറിഞ്ഞും നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കാം. അപ്പൊ സമയം കളയണ്ട, ഇപ്പൊ തന്നെ ഡിഗ്രി ഫൗണ്ടേഷൻ സൗജന്യ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യൂ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമ്മിന്റെ എക്സാംസും കാര്യങ്ങളൊക്കെ നമുക്ക് വരാറായിട്ടുണ്ട്. അപ്പം എക്സാം ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിട്ടില്ല യൂണിവേഴ്സിറ്റി, എങ്കിൽ കൂടി നമുക്ക് എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും നമ്മളിൽ പലരും. അപ്പം എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ് ഡിഗ്രി ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനുള്ള സ്റ്റുഡന്റ് ആണോ നിങ്ങൾ? എങ്കിൽ ഇനി ടെൻഷൻ ആവേണ്ട. ബാസിന്റെ ഡി ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇനിയിപ്പോൾ എക്സാമിനുള്ള ടൈം ആയിട്ടുണ്ട്, മെയിൻ എക്സാം ഒക്കെ വരാറായിട്ടുണ്ട്. അപ്പൊ എക്സാമിന് ഏത് രൂപത്തിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഏത് ടൈമിലാണോ പഠിക്കാൻ പറ്റുന്നത് ആ ഒരു ടൈം നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ ടൈം മാനേജ്മെന്റ് നമുക്ക് വേണം. അപ്പൊ ഏത് ടൈമിലാണോ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ആ ഒരു ടൈം അനുസരിച്ച് നിങ്ങൾ മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അത് മാത്രമല്ല, പിന്നെ മറ്റൊരു കാര്യം വരുന്നത് നമുക്ക് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ടഫായിട്ട് തോന്നുന്ന സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് നിങ്ങൾ ഫസ്റ്റിൽ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ സബ്ജക്റ്റ് പഠിക്കുമ്പോഴും അതിനനുസരിച്ച് നിങ്ങൾ ഓരോ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു എക്സാം ടൈമിലേക്ക്, അതായത് മെയിൻ എക്സാമിൻ്റെ ടൈം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള നോട്ട്സ് വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനും ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാത്ത രൂപത്തിൽ നിങ്ങൾക്ക് ഓരോ പോർഷൻസ് കവർ ചെയ്ത് പോകാനും നിങ്ങൾക്ക് സാധിക്കും. നെക്സ്റ്റ് നമുക്ക് വരുന്നത് റിവിഷനാണ്. റിവിഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഏതെങ്കിലും പോർഷൻസ് നമ്മൾ കവർ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഒരു റിവിഷന്റെ ടൈമിൽ നമുക്ക് ആ ഒരു പോർഷനൂടെ കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അപ്പം അതുകൊണ്ട് മെയിനായിട്ടും എല്ലാവരും റിവിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. അപ്പോൾ റിവിഷനിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും പോർഷൻസ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് മെയിനായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അത് ഈ റിവിഷനോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചെടുത്ത് മുന്നോട്ട് പോവുക. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് മോഡൽ എക്സാം ആണ്. ഇപ്പം നമ്മളിപ്പോൾ ടൈം മാനേജ്മെന്റിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഷോർട്ട് നോട്ടിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ റിവിഷന്റെ കാര്യം പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മോഡൽ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ എല്ലാത്തിനും ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റിൽ ചെക്ക് ചെയ്യണം. കാരണം അത് ഒരു മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്കിപ്പോൾ എങ്ങനെയാണ് ടൈം ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഏത് ടൈമിനുള്ളിൽ എഴുതാൻ വേണ്ടി സാധിക്കും, എങ്ങനെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മോഡൽ എക്സാമിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഈ ഒരു ടൈമിനുള്ളിൽ ഈ ഒരു ആൻസേഴ്സ് ഒക്കെ എഴുതാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനാണ് എക്സാമിന് മുൻപായിട്ട് മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു കാരണവശാലും ടെൻഷൻ ആവേണ്ട. നിങ്ങൾക്ക് മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ മെയിൻ എക്സാമിലേക്ക് കിടക്കുന്നത്. ഇനിയിപ്പോൾ അതല്ല, പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പറഞ്ഞ രീതിയിൽ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും മെയിൻ എക്സാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവാൻ വേണ്ടി സാധിക്കും. അപ്പം മെയിനായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമുക്ക് ടൈം മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. മൂന്നാമതായിട്ട് റിവിഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ നാലാമതായിട്ട് മോഡൽ എക്സാം നിങ്ങൾ എഴുതി നോക്കുക. അതിനുശേഷമാണ് നമ്മൾ മെയിൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇനി വരുന്ന എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും നല്ല രീതിയിൽ തന്നെ നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവണം എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴെങ്കിലും റിവിഷനും മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ടിപ്സ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്